UDF-ൽ സീറ്റ് കിട്ടാത്തവരാരും പാർട്ടി വിട്ടു പോകില്ല എന്ന് ആലുവയിലെ UDF സ്ഥാനാർത്ഥി അൻവർ സാദത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സീറ്റ് കിട്ടാത്ത വിഷമം എൽദോസ് കുന്നപ്പള്ളിക്ക് അടക്കമുണ്ടാകും, അത് മാറിക്കോളുമെന്നും സാദത്ത് പറഞ്ഞു. ആലുവയിൽ താൻ മികച്ച വിജയം നേടുമെന്നും സാദത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 15 വർഷമായി ആലുവ നിയോജക മണ്ഡലം അൻവർ സാദത്തിന്റെ കൈകളിൽ ഭദ്രമാണ്. ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി അൻവർ സാദത്ത് തന്നെയാണ് രംഗത്തുള്ളത്. അൻവർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരുന്നത് AM ആരിഫാണ്. എന്താണ്, എങ്ങനെയാണ് കാണുന്നത് കാര്യം? അല്ല, ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അതിപ്പോ സ്ഥാനാർത്ഥി ഇന്ന ആളെന്നല്ല. ഇപ്പൊ ആരിഫ് ഖാനെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. ഞാൻ നിയമസഭയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം നിയമസഭയിലുണ്ട്. അന്ന് നല്ല സൗഹൃദമൊക്കെ ആയിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ല, സ്ഥാനാർത്ഥി ആരെന്നല്ല. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, രാഷ്ട്രീയം വരും, അതുപോലെ പൊതു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, സ്വാഭാവികമാണ്. അപ്പൊ അത് ഇപ്പൊ ഞങ്ങൾ ഉയർത്തി കാണുന്നത് ഇപ്പൊ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, എൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളുടെ രീതി എന്ന് വെച്ചാൽ വികസനവും കരുതലുമാണ്. കാരണം ഇപ്പോൾ റോഡ്, തോട്, പാലം, അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ, അങ്ങനെ മറ്റുള്ള ആ രീതിയിലുള്ള വികസനങ്ങൾ. ഇതിനപ്പുറം 3 അക്ഷരം നിന്ന് MLA എന്ന 3 അക്ഷരം നിന്നാരാണ്? ഇവിടുത്തെ ആലുവക്കാരാണ്. അപ്പം എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കുറേ പദ്ധതികൾ, കരുതലിൻ്റെ ഭാഗമായി ഞാൻ അമ്മക്കളി കൊടുന്നൊരു പദ്ധതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് 60 വീട് കീ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ്, ഇത് വിധവളായ സഹോദരന്മാർക്ക് സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്തവർക്ക്, അവർക്ക് സുരക്ഷിത ഭവനം, അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ, ഇതുപോലെ ചികിത്സാ സഹായങ്ങൾ, അത് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പല ആളുകളെ സമീപിച്ച്, സ്പോൺസർമാരെയൊക്കെ സമീപിച്ച് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ വികസനവും കരുതലുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിലെ സീറ്റ് കിട്ടാത്ത അതൃപ്തരുടെ എണ്ണം കൂടി വരുന്നു. ചില ഇടങ്ങളിൽ തൊട്ടടുത്തുള്ള പെരുമ്പാവൂരിൽ വരെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർ അതൃപ്തരായിട്ട് നിൽക്കുന്നു. അവരോടൊക്കെ എന്താണ് അൻവറിനെ ഘട്ടത്തിൽ പറയാനുള്ളത്? അല്ല, അങ്ങനെ അതൃപ്തരാവുന്നുള്ളതൊക്കെ നമുക്കറിയാലോ. സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടാതാകുമ്പോൾ ഒരു പ്രയാസമുണ്ടാവും, ഇത്ര നാള് ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യനാണല്ലോ, എല്ലാവരും പച്ചയായ മനുഷ്യന്മാരാണല്ലോ. പക്ഷെ അവരൊക്കെ അവര് പറയുമെങ്കിലും ഇവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF വേണ്ടി വർക്ക് ചെയ്യും, പ്രവർത്തിക്കും എന്നതിന് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. ഈ 15 വർഷക്കാലം ഞാൻ ആലുവയിലെ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലൊക്കെ ഞാൻ അവരെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് നിയമസഭ തെരഞ്ഞെടുപ്പുണ്ടായപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻ്റെ പോളിസി പലപ്പോഴും അവരെടുക്കാറുണ്ട്. എന്താണെന്നറിയാമോ? അൻവർ സാദത്ത് ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ രാഷ്ട്രീയോ ജാതിയോ മതം നോക്കാതെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ആ ചേർത്ത് പിടിക്കലുണ്ടാവും. നല്ല ഭൂരിപക്ഷം ജയിക്കും. വിജയം സുനിശ്ചിതമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന് ഒരു കണക്ക് മനസ്സിലുണ്ടാവും? ഭൂരിപക്ഷത്തിന് കണക്ക് വരില്ല, കഴിഞ്ഞ തവണത്തേക്ക് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അങ്ങനെയാണ്. അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് തന്റെ ഭൂരിപക്ഷം കാര്യമായി തന്നെ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്.